റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. കോട്സ്ഫോർഡ് പ്രൈമറി സ്കൂളിലെ ജീവനക്കാർക്ക് വേനൽക്കാല ദിവസങ്ങളിൽ കുട്ടികളെ കളിസ്ഥലത്തേക്ക് കയറ്റാൻ കഴിയില്ല. കാരണം അടുത്തുള്ള സ്ഥലങ്ങളിൽ കഞ്ചാവ് വളർത്തുന്നതിന്റെ ഗന്ധമുണ്ടാകുമെന്നാണ് അറിയിപ്പ്. കൌണ്ടി ഡർഹാമിലെ ഹാൾഡണിലുള്ള ഈ സ്കൂൾ 19 ബോർഡിംഗ് വീടുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കാൻ അധ്യാപകർ കണ്ടുപിടുത്തം നടത്തേണ്ടതുണ്ട്. ലൈബ്രറിയിലോ ഗണിത ഉപദേഷ്ടാക്കളെയോ സഹായിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് അവർ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് അഭിമുഖത്തിൽ പങ്കെടുക്കണം. അവരിൽ ചിലർ വിജയിക്കുന്നില്ല. എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ഫീഡ്ബാക്ക് നൽകുന്നു. ഇത് അല്പം ക്രൂരമായി തോന്നുന്നു, സ്കൂളിലെ ഡെപ്യൂട്ടി ഹെഡ് ടീച്ചർ വിക്കി പേജ് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ അവർക്ക് ആ അവസരങ്ങൾ നൽകിയില്ലെങ്കിൽ അവർ വലുതാകുമ്പോൾ അവർക്ക് അവ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും ആ സ്കൂളിലെ അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാഷ്ട്രീയം വളരെ കാലമായി നിവാസികളെ പരാജയപ്പെടുത്തിയ ഒരു പ്രദേശത്താണ് സ്കൂളിന്റെ പ്രവർത്തനം കൂടുതൽ കഠിനമായിക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റ്മിൻസ്റ്റർ മുദ്രാവാക്യങ്ങൾ വളരെ കാലമായി പാലിക്കപ്പെടാതെ കിടക്കുന്നു. കിഴക്കൻ ഡർഹാമിലെ മുൻ പിറ്റ് വില്ലേജുകളിൽ കാര്യങ്ങൾ ഒരിക്കലും മെച്ചപ്പെട്ടിട്ടില്ല. അവർ ഒരിക്കലും നിയന്ത്രണം തിരിച്ചു പിടിച്ചിട്ടുമില്ല. അയൽവാസികളായ ബ്ലാക്ക് ഹാൾ, ഈസിംഗ്ടൺ എന്നിവയ്ക്കൊപ്പം ഹാർഡനും ഒരിക്കലും നിലംപരിശായില്ല. ഒരു കാലത്ത് അഭിമാനവും അടുപ്പവുമുള്ള ഒരു സമൂഹം അസാന്നിധ്യമുള്ള ഭൂവുടമകളുടെയും വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യത്തിന്റെയും പലപ്പോഴും ഇവിടെ വരാൻ ആഗ്രഹിക്കാത്ത താമസക്കാരുടെയും നിരാശകൾക്ക് വിധേയമായിരിക്കുന്നു. എന്നിരുന്നാലും ഒടുവിൽ ആളുകൾക്ക് ഒരു ചോയ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സംഭവിച്ചത് ലേബർ ഗവൺമെന്റ് നേരിടുന്ന വെല്ലുവിളിയെ എടുത്തു കാണിക്കുന്നുണ്ടെന്നും അവർ അഭിപ്രായപ്പെടുന്നു. ഖനികൾ അടച്ചുപൂട്ടിയതിനു ശേഷം ടോറികൾക്ക് വോട്ട് ചെയ്യുന്നത് പാവമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശത്ത് മറയ്ക്കപ്പെട്ടവരുടെയും അസംതൃപ്തരുടെയും വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് റീഫോം UK തൂത്തുവാരി. കഴിഞ്ഞ മെയ് മാസത്തിലെ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ കൌണ്ടി ഡർഹാമിൽ 3-2 സീറ്റുകൾ അവർ നേടി. ലിബറൽ ഡെമോക്രാറ്റുകൾ 2ാം സ്ഥാനത്തെത്തി. കിഴക്കൻ ഡർഹാമിലെ മൈനിംഗ് വില്ലേജുകളിലെ 8 സീറ്റുകളിൽ 7 സീറ്റും റീഫോം UKയ്ക്കാണ് ലഭിച്ചത്. വടക്കൻ കടലിന്റെ കാറ്റ് വീശുന്ന ഈ ഉപേക്ഷിക്കപ്പെട്ട തെരുവുകൾ ഒരു കാലത്ത് ജീവിതം കൊണ്ട് നിറഞ്ഞിരുന്നു. സമൂഹത്തിന്റെ അസൂയയ്ക്ക് പാത്രമായിരുന്ന സ്ഥലങ്ങളാണിവ എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പാർലമെന്റ് ഹൗസുകളുടെ നിർദ്ദിഷ്ട നവീകരണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും 10,000-കണക്കിന് വരുന്ന ആൾക്കാരുടെ ആശങ്കകൾ കണക്കിലെടുത്തുകൊണ്ട് കോടിക്കണക്കിന് ചെലവുകൾ വരുമെന്ന പ്രതീക്ഷയിൽ പുനർനിർമ്മിക്കണമെന്നും കൺസർവേറ്റീവുകൾ ആവശ്യപ്പെടുന്നു. വെസ്റ്റ്മിൻസ്റ്റർ കൊട്ടാരം പുതുക്കി പണിയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ MP-മാർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം 40 ബില്യൺ പൗണ്ട് ചെലവാകുന്നതും 61 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നതുമായ ഒരു പദ്ധതിയും ഉൾപ്പെടുന്നു. ആഴ്ചയിൽ 1.5 ദശലക്ഷം ബില്യൺ ഡോളർ ചിലവാകുന്ന ഈ ചരിത്രപ്രധാനമായ കെട്ടിടത്തിന്റെ പുനരുദ്ധാരണം വൈകിപ്പിക്കുന്നത് കൊട്ടാരത്തിന്റെ ചെലവേറിയ മാനേജർ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് പ്രോജക്ട് ടീം മുന്നറിയിപ്പിൽ നൽകുന്നുണ്ട്. എന്നാൽ പാർലമെന്റിന്റെ പുനഃസ്ഥാപനം നിയന്ത്രണത്തിന് പുറത്തായിരുന്നു എന്നും ഒരു കൊട്ടപ്പെട്ടി വെള്ളാന പദ്ധതിയായി മാറിയിരിക്കുന്നുവെന്നും കൺസർവേറ്റീവ് നേതാവ് കെമി ബാഡ്നോക്ക് പറഞ്ഞു. MP-മാരും സഹപാഠികളും വോട്ട് ചെയ്താൽ നിലവിലെ നിർദ്ദേശങ്ങൾക്ക് തന്റെ പാർട്ടി എതിർപ്പ് പ്രകടിപ്പിക്കുമെന്ന് ബാഡ്നോക്ക് പറഞ്ഞു. പദ്ധതികളുടെ വ്യാപ്തി, ഭരണം എന്നിവ പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്ന് ബാഡ്നോക്കിന്റെ പാർട്ടി ചൂണ്ടിക്കാട്ടി. കാലക്രമേണ ചെലവ് കണക്കുകൾ ഗണ്യമായി വർദ്ധിച്ചു. പൂർത്തീകരണം 1-ലധികം പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുമെന്ന് കൺസർവേറ്റീവുകൾ പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. സ്വർണ്ണവില ഇന്നലെ വീണ്ടും കുറഞ്ഞതോടെ കടുത്ത ആശങ്കയിലായിരിക്കുകയാണ് നിക്ഷേപകർ. ഇന്നലെ വിലയിൽ 2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ആഗോള വിപണിയിൽ ഒരു ആഴ്ചയിലേറെയായി രേഖപ്പെടുന്ന ഏറ്റവും താഴ്ന്ന നിരക്കായ $4,862 സ്വർണ്ണവില കൂപ്പുകുത്തിയിരിക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ആചാരപ്രകാരം പോകുമെന്ന നിലപാട് സ്വീകരിക്കാൻ സർക്കാർ. ഈ വിഷയത്തിൽ ഇനി നിയമോപദേശം തടയില്ല. മാർച്ചിൽ നിലപാട് അറിയിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കരുതെന്നാണ് CPM നിലപാട്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈപ്പൊള്ളിയ അനുഭവത്തിലാണ് ഭക്തർക്കൊപ്പം നിൽക്കുന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നത്. നിലവിൽ മേൽശാന്തിമാരുടെ നിയമന കാര്യത്തിൽ സർക്കാർ ആചാരം പാലിച്ചു വരുന്നുണ്ട്. കേരള ബ്രാഹ്മണിൽ നിന്ന് മാത്രമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഓരോ തവണയും മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ളവർ അപേക്ഷ നൽകാറുണ്ടെങ്കിലും ദേവസ്വം ബോർഡ് നിരസിക്കുകയാണ് പതിവ്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി വരുമ്പോൾ സർക്കാർ ശബരിമലയിൽ കീഴ്വഴക്കവും ആചാരവും ചൂണ്ടിക്കാട്ടി അപേക്ഷയെ എതിർക്കും. ഈ സമീപനം സ്ത്രീ പ്രവേശന വിഷയത്തിലും അവലംബിക്കാനാണ് നീക്കം. ആചാരപരമായ കാര്യങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും. നിയമോപദേശം മറികടന്നുകൊണ്ടാണ് 2018 ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചത്. സുപ്രീം കോടതി വിധിയുണ്ടെങ്കിലും ഇപ്പോൾ യുവതീ പ്രവേശനം അനുവദിക്കരുതെന്നായിരുന്നു നിയമോപദേശം. എന്നാൽ സർക്കാർ സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ തീരുമാനിച്ചു. യുവതികൾക്ക് പോലീസ് സംരക്ഷണം നൽകിയതും സർക്കാരിന്റെ തീരുമാനമായിരുന്നു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടും കോടതി അനുവദിച്ചിരുന്നില്ല. സർക്കാരിന് തീരുമാനമെടുക്കാമെന്നായിരുന്നു കോടതിയുടെ നിലപാട്. രഹന ഫാത്തിമയടക്കം മല കയറാൻ പോലീസ് സുരക്ഷ ഒരുക്കി. പുതുവർഷപ്പിറവിയിൽ വനിതാ മതിലൊരുക്കിയതിന്റെ പിറ്റേന്ന് രഹസ്യമായി കനകദുർഗയെയും ബിന്ദു അമ്മിണിയെയും എത്തിച്ച് സർക്കാർ വിധി നടപ്പിലാക്കി. ഈ നയത്തിൽ നിന്നാണ് സർക്കാർ പിന്നോക്കം പോകാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിലിൽ നടക്കും. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. വോട്ടെടുപ്പ് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം മാർച്ച് പകുതിയോടെ പുറത്തുവരുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നിലവിലെ നിയമസഭകളുടെ കാലാവധി മെയ്, ജൂൺ മാസങ്ങളിലായി അവസാനിക്കും. അതിനാൽ നിശ്ചിത സമയത്തിന് മുൻപ് പുതിയ സർക്കാർ അധികാരമേൽക്കേണ്ടതുണ്ട്. മെയ് 23-നാണ് കേരള നിയമസഭയുടെ കാലാവധി തീരുന്നത്. ജൂൺ 7-ന് പശ്ചിമ ബംഗാളിലും ജൂൺ 10-ന് തമിഴ്നാട്ടിലും ജൂൺ 15-ന് പുതുച്ചേരിയിലും നിയമസഭകളുടെ
കാലാവധി അവസാനിക്കും. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന നടപടികൾ വേഗത്തിലായി. കേരളത്തിൽ ശനിയാഴ്ച അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അതേസമയം തമിഴ്നാട്ടിൽ ചൊവ്വാഴ്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. പുതുച്ചേരിയിൽ ഇതിനോടകം തന്നെ പട്ടിക തയ്യാറായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കമ്മീഷൻ അംഗങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തുകയാണ്. നിലവിൽ അസമിലാണ് കമ്മീഷൻ ഉള്ളത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ICC പുരുഷ T20 ലോകകപ്പിൽ നെതർലാൻഡ്സിനെതിരായ അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയ്ക്കും അഭിഷേക് ശർമ്മയ്ക്കും ഇന്ത്യ വിശ്രമം നൽകിയില്ലെന്ന് ബാറ്റിംഗ് പരിശീലകൻ സിതാൻഷു കോട്ടക് ചൊവ്വാഴ്ച സ്ഥിരീകരിച്ചു. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന് മുമ്പ് സംസാരിച്ച കോട്ടക് സൂപ്പർ 8 മത്സരത്തിനും ഒരുപക്ഷെ ഫൈനലിനുമായി ഇന്ത്യ ഇവിടെ തിരിച്ചെത്തുമെന്നതിനാൽ വേദിയിൽ മത്സരപരിചയം നേരിടേണ്ടത് ടീമിന് പ്രധാനമാണെന്ന് പറഞ്ഞു. ജസ്പ്രീത് ബുംറയ്ക്കും അഭിഷേക് ശർമ്മയ്ക്കും ടൂർണമെന്റിന് മുൻപും ശേഷവും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. USA-ക്കെതിരായ ആദ്യ മത്സരത്തിന് ശേഷം ബുംറ സുഖം പ്രാപിച്ചു. അതേസമയം കടുത്ത പനി ബാധിച്ചതിനെ തുടർന്ന് അഭിഷേക് ഡൽഹിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാകിസ്ഥാനെതിരായ 2 മത്സരങ്ങളിൽ ഇതുവരെ ഗോൾ നേടിയിട്ടില്ല. അതിൽ 4 പന്തിൽ ഡക്ക് ആയത് ഉൾപ്പെടെ. എന്നാൽ കോട്ടക് യുവ ബാറ്റ്സ്മാനെ പിന്തുണച്ചു. അദ്ദേഹത്തിന്റെ ഫോമിനെ കുറിച്ച് വിഷമിക്കേണ്ടതില്ലെന്നും പറഞ്ഞു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 122.93 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.